മൊബൈൽ ഉണ്ടായി. എന്തിനാ? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈൽ? അമ്മമാരെ, വാപ്പാരെ, നിങ്ങളെ വീട്ടിലൊക്കെ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈലില്ലേ? എന്തിനാ മൊബൈല്? സെക്കൻഡറി പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈൽ? 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈൽ? +1ഉം +2ഉം പഠിക്കുന്ന കുട്ടിയുടെ പെൺകുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈൽ? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈൽ? മൊബൈലിന്റെ ആവശ്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഖ്ലുവന്ന ഇംറഅത്തുൻ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുകയില്ല, ഇല്ലാ വശൈത്താനു സാലിസുഹുമാ, പിശാചിൽ മൂന്നാമനായിട്ടല്ലാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിൽ മൂന്നാമനാവും ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായാൽ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വന്തം വീട്ടിലിരുന്നിട്ട് ഒറ്റക്കാവാൻ പറ്റുന്ന കാലം. സ്വന്തം വീട്ടിലിരുന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരുമായി ഹൈവത്തിലാവാൻ പറ്റുന്ന കാലമാണ്. അതിന്റെ പേരാണ് വാട്സപ്പ് എന്നും ചാറ്റിംഗ് എന്നും മൊബൈൽ എന്നൊക്കെ പറയുന്നത്. വാട്സപ്പ് കണക്ഷൻ ഉണ്ടായാൽ ഞാനിരിക്കുന്ന ഈ ഇരിപ്പിൽ നിന്ന് നിങ്ങൾ എന്റെ പരിസരത്തുള്ളവർ പോലും കാണാതെ എനിക്കൊരാളുമായി ഒറ്റക്കാവാൻ പറ്റുന്ന കാലമാണ്, ഹൈവത്താകാൻ പറ്റുന്ന കാലമാണ്. ഉപ്പ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഉമ്മ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിടന്നിറങ്ങുന്ന റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ കിടന്നിറങ്ങുന്ന മോൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മോൾ രാത്രി 2 മണി സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? തൊട്ടടുത്ത റൂമിൽ കിടക്കുമ്പോ വാതിൽ കുറ്റിയിട്ട് കിടക്കുന്ന മോളോട്, കുറ്റിയിടരുതടി പെണ്ണെ, നീ എന്തിനാ കുറ്റിയിടുന്നത്? ഞാനും വാപ്പയിലേ ഇവിടെ ഉള്ളത്, പിന്നെ എന്തിനാ നീ കുറ്റിയിടുന്നതെന്ന് ചോദിക്കാറുള്ള തന്റെ ഇടമില്ലാത്ത പെങ്ങളെ, നീയാണ് ഈ സമുദായത്തിന്റെ നാശം. നീയായി സമുദായത്തിന്റെ നാശം. ഈ സമുദായത്തെ മോശാക്കിയ ഒന്നാമത്തെ കാരണക്കാരി നീയാണ്. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. ഖബറിൽ അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ.